പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. അതിനുശേഷം എന്നെ ഒരുപാട് പേര് ഫോണിൽ കോൺടാക്റ്റ് ചെയ്തു. മുതലാളിമാർ കോൺടാക്റ്റ് ചെയ്തു, ഡ്രൈവർമാർ കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെ പല കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടല്ല. ഞാൻ ഈ അടുത്ത ദിവസം ഒരു കമ്പനിയെക്കുറിച്ച് കേൾക്കുകയും അവിടെ നടക്കുന്ന പീഡനങ്ങളെപ്പറ്റി അറിയുകയും ചെയ്തിട്ട് ഞാൻ അവിടെ പോവുകയുണ്ടായി. അവിടെ ഞാനൊരു 5 ദിവസം ഞാൻ ജോലി ചെയ്തു. ഇത് ശരിയാണോ എന്ന് അറിയാനായിട്ട് ഞാനവിടെ ഒരു 5 ദിവസം ഞാൻ ജോലി ചെയ്തു. അത് എറണാകുളം ജില്ലയിൽ പാതാളം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ കമ്പനി ഉള്ളത്. അവിടെ ഞാൻ ഡ്രൈവറായിട്ട് പോയി ജോയിൻ ചെയ്തു. അതിൻ്റെ 2ാമത്തെ ദിവസം തന്നെ എൻ്റെ വണ്ടി ഒരു കടയുടെ ബോർഡ് തട്ടുകയുണ്ടായി. അത് എൻ്റെ കാരണത്താലല്ല സംഭവിച്ചത്. അതിൻ്റെ മുതലാളിയുടെ മോൻ്റെ ഷർട്ട് ആ ഷോറൂമിൽ നിന്ന് മേടിക്കാനായിട്ട് കയറിയത് MG റോഡിലാണ്. MG റോഡ് അറിയാമല്ലോ, നമുക്ക് സൈഡിൽ വണ്ടി ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അത് പറഞ്ഞത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് സെയിൽസ്മാൻ്റെ ഒക്കെയല്ല. സെയിൽസ്മാൻ മഴയത്ത് നനഞ്ഞു കുളിച്ചിരുന്നത് കൊണ്ട് എന്നോട് അദ്ദേഹം ഒന്ന് ആവശ്യപ്പെട്ടു, കയറിയൊന്ന് മേടിക്കാവൂ. അപ്പോൾ എനിക്കവിടെ വണ്ടി ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. ആ വഴിക്ക് എനിക്ക് വണ്ടി ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വണ്ടി സൈഡിലോട്ട് ഒതുക്കിയപ്പോൾ ഒരു കടയുടെ ബോർഡിലൊന്ന് തട്ടി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുക എന്താ, അതിൻ്റെ മാനേജ്മെൻറ്റിനെ അറിയിക്കുക. മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചതും എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചോളാൻ പറയുകയും ചെയ്തു. പക്ഷേ എനിക്ക് ആ വണ്ടി അവിടെ ഇട്ടിട്ട് പോരാമായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാമായിരുന്നു. ഇതിനൊക്കെ ഇൻഷുർ ഉള്ളതാണ്, അല്ലാതെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ അധ്വാനിച്ച കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഡ്രൈവർമാർ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പണിയുന്ന കാശ് എല്ലാം ഇങ്ങനെ കൊടുക്കാനേ കാണത്തുള്ളൂ. അതിനാ ഇൻഷുറൻസ് നമ്മൾ വണ്ടിക്കൊക്കെ എടുത്തിരിക്കുന്നത്. ഇവർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ലാസ്റ്റ് ഞാൻ പച്ചയ്ക്ക് അങ്ങ് പറയുക, തന്തയ്ക്ക് പിറന്നവനായതുകൊണ്ട് ആ കടക്കാരൻ 10,000 പറഞ്ഞു. ഞാൻ 3,000 രൂപ കൊടുത്ത് എഴുതി കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഞാൻ പോരുകയാണ് ചെയ്തത്. നിങ്ങളതൊന്ന് കണ്ടു നോക്ക് ആ വണ്ടി. എന്നിട്ട് ഇവർ പറഞ്ഞത് എന്താണെന്നറിയാവോ, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, എൻ്റെ മോൻ കാറേ പോയാണ് അത് മേടിച്ചെന്നാണ്. സെയിലിന് പോകുന്ന വണ്ടിക്കാരുടെയൊക്കെ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല. നിങ്ങളൊന്ന് നോക്കേ, ഞാൻ തെളിവ് സഹിതം ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങളിതൊന്ന് കണ്ടു നോക്കേ. ഈ വണ്ടിയെ കയറുന്ന ഇത്രയും സാധനം ഒരു ഡ്രൈവർ ഇറക്കി കൊടുക്കണം. നിങ്ങളൊന്ന് ഓർത്തേ. അടുത്തത്, ആ കമ്പനിക്ക് ഒരു രീതിയിലുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഇല്ല. ഞാൻ എറണാകുളം കലക്ടർക്ക് ഞാനിത് കണ്ടിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം മഴക്കെടുതിയൊക്കെ ഉണ്ട്, അതിൻ്റെ പുറകെ ഓടി നടക്കുക. ഞാനിത് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണല്ലോ ഞാനിത് എത്തിക്കേണ്ടിടത്തൊക്കെ ഞാൻ ഈ സംഭവം എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഡ്രൈവർമാർക്ക് കൊടുത്തിരിക്കുന്ന റൂമുകൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇനിയും ഇവർ ഒരു കമ്പനി തീ കത്തിയതാണ്, ഇനിയും തീ കത്താൻ സാധ്യതയുള്ള രീതിയിലാണ് ആ കമ്പനി നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തീ കത്തിയാൽ ഡ്രൈവർമാർക്ക് ഇറങ്ങി ഓടാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എന്തു പറയും, മുഖ്യമന്ത്രി ഒന്ന് ഞെടുക്കം പ്രവർത്തിക്കും, സ്ഥലം MLA ഒന്ന് റീത്ത് വെക്കും. ഇതുകൊണ്ട് അത് അവസാനിക്കും. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ പോയി ഇത് ഷൂട്ട് ചെയ്ത് ജനങ്ങളിൽ എത്തിക്കാറുള്ളത്. അവരുടെ തന്നെ ഒരു കമ്പനിയാണ് അങ്ങേപ്പുറത്ത് കത്തിയത്. ഇത് കണ്ടോ, 10-30 ഇല്ല ഞാൻ പറഞ്ഞോളാം 10-30 തൊഴിലാളികൾ കിടക്കുന്ന ഒരു കോളമാണ് അതിൻ്റെ മണ്ടയ്ക്ക്. ഇത് കത്തിക്കഴിഞ്ഞാൽ എല്ലാം ചത്തുപോകും. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കമ്പനി. ഈ കമ്പനിയുടെ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാറില്ല. ഡ്രൈവർമാർക്ക് ഡ്രൈവറെന്നും പറഞ്ഞ് അവിടെ കയറ്റിയിട്ട് അവരെ അവിടെ ലോഡ് കയറ്റിക്കുക, ലോഡ് ഇറക്കിക്കുക, വണ്ടി ഓടിപ്പിക്കുക. നിങ്ങളൊന്ന് ഓർത്തേ, ഒരു ഫുൾ ലോഡ് സാധനം കയറ്റിയിട്ട് ഇത് മൊത്തം ഒരു ഡ്രൈവർ ഇറക്കി കൊടുക്കണം, സെയിൽസ്മാൻ്റെ കയ്യിലോട്ട് കൊടുക്കണം. അവന് 6,000 രൂപ 7,000 രൂപയ്ക്ക് അവൻ പണിതാൽ അവന് കിട്ടുന്ന 1,000 രൂപ വണ്ടി ഓടിക്കുന്ന കാശാണ്. ഇത് ഇറക്കുന്നതിനൊന്നും അവന് കാശില്ല.
അതും നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ ഈ ഒരൊറ്റ ലോഡാണ് ഒരു ഡ്രൈവർ ഇറക്കേണ്ടത്. ഇവിടെ ആൾക്കാർ കിടക്കുന്നുണ്ട്. നോക്കിക്കേ, ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഡ്രൈവർമാരുടെ റൂം. ഇവിടെ ഡ്രൈവർമാരുടെ റൂമാണ്. ഇവിടെ കിടക്കുന്നുണ്ട് ഇവർ. അവരുടെ റൂമായത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഏത് സമയത്തും തീ ആളിക്കത്താവുന്ന രീതിയിൽ ഉള്ള പരിപാടികളൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്. രണ്ടുപേര് കത്തിക്കരിഞ്ഞു പോയിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ഇവരുടെ കത്തിപ്പോയ കമ്പനിയാണ്. ഇത് വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുക. ഇതിന് ലൈസൻസൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എല്ലാം പൈസയുടെ പേരിലാണല്ലോ. ഇത് കത്തിപ്പോയ കമ്പനിയാണ്. ഇവിടെ ഏത് സമയവും തീ കത്താവുന്ന സാധനങ്ങളാണ് ഈ കമ്പനിക്കകത്തുള്ളത്. അതിൻ്റെ വലിയ ഇതുണ്ട്. ഈ ടാങ്കൊക്കെ ഇപ്പോൾ ഇതിനൊന്നും ഒരു സേഫ്റ്റിയുമില്ല. കാണേണ്ടതാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് നമ്മുടെ മലയാളി സ്ത്രീകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഈ കമ്പനിക്കകത്ത്. എല്ലാം കൈക്കൂലിയുടെ പുറത്താണ് ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും. പിന്നെ ഇവരെൻ്റെ ലൈസൻസ് ഇവരെ കസ്റ്റഡി ഇരിപ്പുണ്ട്. നിങ്ങൾക്കെന്നല്ല, ഒരു കമ്പനിക്കും ഒരു ഡ്രൈവറിൻ്റെ ലൈസൻസ് മേടിച്ച് വെക്കാൻ അധികാരമില്ല. അതറിയാവോ? ഞാൻ കൊണ്ടുപോയി നിങ്ങളുടെ പേരിൽ എൻ്റെ ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്താൽ നിങ്ങളെൻ്റെ വീട്ടിൽ കൊണ്ട് തരേണ്ടി വരും. ഞാൻ ലൈസൻസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കയ്യിൽ തരുമ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടാണ് നിങ്ങളുടെ കയ്യിൽ തന്നത്, നിങ്ങളുടെ കയ്യിൽ തരുന്നതായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഞങ്ങൾ ലൈസൻസ് മേടിച്ചിട്ടില്ലെന്ന്. നമ്മൾ ഈ പരിപാടിയായിട്ടൊക്കെ നടക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടേ അങ്ങോട്ട് തരത്തുള്ളൂ. പിന്നെ ഡ്രൈവർമാർ, സഹോദരന്മാർ, നിങ്ങളുടെയൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത്. നമ്മളൊരു കമ്പനിയിൽ കയറിയാൽ നമ്മൾ ഡ്രൈവറായിട്ടാണ് കയറുന്നത്, അല്ല അവിടുത്തെ ചുമട്ടുകാരനായിട്ടല്ല. ഞാൻ ചുമട്ടുകാരെ പുച്ഛിച്ച് പറയുന്നതല്ല. ആ സഹോദരന്മാരുടെ ജോലി നമ്മൾ കയറി ചെയ്യരുത്. അവരുടെ ജോലികൾ അവർ ചെയ്യട്ടെ. ഇനി നിനക്ക് ചെയ്യാൻ അത്ര മുട്ടി നിൽക്കുകയാണെങ്കിൽ നീ ചെയ്തോ. നീ അതിൻ്റെ ശമ്പളം, നീ ആ ചെയ്യുന്ന ജോലിയുടെ കാശ് നീ മേടിക്കണം. അല്ല 2 സ്മോളും അടിച്ച് അവരുടെ 2 പൊറോട്ടയും തിന്നിട്ട് നീ 5000 രൂപയുടെ ജോലി ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുന്ന പരനാറികളുണ്ട് ഡ്രൈവർമാർ. അവന്മാരുടെയൊക്കെ ഞാനീ പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. നീ വണ്ടി ഓടിക്കുക ഉത്തരവാദിത്വത്തോടെ, വെള്ളമടിക്കാതെ നിൻ്റെ മുതൽ പോലെ ആ കമ്പനിയിൽ തിരിച്ച് ആ വണ്ടി കൊണ്ട് എത്തിക്കുന്നിടം വരെ നിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. നീ അത് സത്യസന്ധമായ നീതിയോടുകൂടി ചെയ്യുക. അല്ലാതെ ആകരുതാത്ത പണിക്ക് നീ നിൽക്കരുത്. നീ അങ്ങനെ ചെയ്തു കൊടുക്കാൻ പോകരുത്. അതുകൊണ്ട് എൻ്റെ ഒരു 8000 രൂപ കൊച്ചമ്മ എൻ്റെ അക്കൗണ്ടിലിട്ട് തരണം. ഞാൻ ജോലി ചെയ്തതാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആ കാശ് തരണം. എനിക്ക് നിങ്ങളുടെയൊക്കെ തരേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ പൈസ ഇട്ട് തരണം. ഓക്കെ.